ദുബായിലെ തേജസ് വിമാനാപകടത്തിന്റെ വാർത്തയിലേക്കാണ്. പൈലറ്റ് അന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. വിമാനം പെട്ടെന്ന് താഴെ വീണതിനാൽ രക്ഷപ്പെടാനായില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. മരിച്ച പൈലറ്റ് വിംഗ് കമാൻഡർ നമൻ സിയാലിന്റെ മൃതദേഹം കോയമ്പത്തൂരിലെ സുരൂരിൽ എത്തിച്ചു. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ഈ തേജസ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ അന്വേഷണ സംഘം നൽകുമ്പോൾ വളരെ പെട്ടെന്ന്, അതായത് വിമാനത്തെ നിയന്ത്രിക്കാനോ ഒരുപക്ഷെ എന്തെങ്കിലും ചെയ്യാനാകുന്നതിന് മുൻപ് തന്നെ അപകടം സംഭവിച്ചതുകൊണ്ട് പൈലറ്റിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നാണ് ദൃശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? അജൽസി, പൈലറ്റിന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഉയരത്തിലെത്തുന്നതിന് മുമ്പേ തന്നെ ഈ വിമാനം നിലംപതിക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് പൈലറ്റിന് കൃത്യമായി പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ സാധിക്കാതിരുന്നത്. വളരെ വേഗം തന്നെ വിമാനം നിയന്ത്രണം വിടുകയും ഈ കാണികൾക്ക് മുന്നിലേക്ക് ആ വിമാനം കുത്തനെ വന്ന് പതിയുകയും പിന്നീട് അത് വലിയ രീതിയിൽ തീഗോളമായി മാറുകയുമായിരുന്നു. ഇതാണ് രക്ഷപ്പെടാനുള്ളൊരു സാവകാശം പൈലറ്റിന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഈ തേജസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അഭിമാന യുദ്ധവിമാനമാണ്. ആ വിമാനത്തെ സുരക്ഷിതമായിട്ട് നിലത്തിറക്കാനുള്ള ഒരു ശ്രമം കൂടി പൈലറ്റിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായി കാണും എന്ന്